ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്താണെന്ന് നോക്കാം. പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡിംഗ്, സമ്മറൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എ കമ്പനീസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ത്രൂ സ്റ്റാൻഡേർഡൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ദി ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കാനുമുള്ളൊരു പ്രക്രിയയാണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ മെയിനായി 2 ടൈപ്സ് ഉണ്ട്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സിനെ 9 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദി ട്രാൻസാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് അഫക്ട് ദി ബിസിനസ് ആൻഡ് നോട്ട് ദി ഓണർ. സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നു, ബിസിനസ്സിൻ്റെ ഇടപാടുകൾ ബിസിനസ്സിനെയാണ് ബാധിക്കുന്നത്, അതിൻ്റെ ഉടമയെ അല്ല. ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരിയഡ് ടു കം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ലിക്വിഡേറ്റഡ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഒരു സ്ഥാപനം ദീർഘകാലം നിലനിൽക്കുമെന്നും അത് ഭാവിയിൽ നിർത്തലാക്കില്ലെന്നുമുള്ള വിശ്വാസമാണിത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസ്തികളുടെ മൂല്യം കണക്കാക്കുന്നത്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ആർ റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ടിംഗ് ബുക്സ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പറയുന്നത് പണമിടപാടുകൾ മാത്രമാണ് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. ഫോർത്ത് വൺ ഈസ് കോസ്റ്റ് കൺസെപ്റ്റ്. അസറ്റ് പർച്ചേസ്ഡ് ആർ ജനറൽ റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ടിംഗ് ബുക്സ് അറ്റ് ദി കോസ്റ്റ് അറ്റ് വിച്ച് ദേ ആർ പർച്ചേസ്ഡ്. കോസ്റ്റ് കൺസെപ്റ്റ് അസറ്റ്സ് വാങ്ങിയാൽ സാധാരണ വാങ്ങിയ വിലയിൽ തന്നെയാണ് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ് സിംപ്ലി ഇൻറ്റൻഡഡ് ടു പീരിയോഡിക്കൽ അസർടൈൻമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ദ റിസൾട്ട് ഓഫ് വർക്കിംഗ് ഫേം ഓർ ബിസിനസ്. അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റിൽ പറയുന്നു, ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിനുള്ള റിസൾട്ട് നിശ്ചിത ഇടവേളകളിൽ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്. Next, sixth one is realization concept. Revenue is recorded only when the sale is performed. റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം വിൽപ്പന നടത്തുമ്പോൾ മാത്രം വരുന്ന വരുമാനങ്ങളെ രേഖപ്പെടുത്തുന്നുള്ളൂ. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് അതർ ലാബിലിറ്റീസ്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. ബാലൻസ് ഷീറ്റ് ഫോളോ ചെയ്യുന്നത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് റൂളാണ്. The accrual concept. All income and expenses should be recorded in the books of accounts when they paid. The accrual concept പ്രകാരം എല്ലാ വരുമാനവും ചിലവുകളും കൃത്യമായി അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് accrual concept. Matching concept. To the extent feasible, costs are reported as expenses in the period in which the associated revenue is reported. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ചിലവുകൾ വരുമാനം രേഖപ്പെടുത്തുന്ന സമയത്ത് ചിലവായി തന്നെ രേഖപ്പെടുത്തണം. ബിസിനസ്സിൻ്റെ ചിലവുകളും വരുമാനവും ഒരുമിച്ച് രേഖപ്പെടുത്താൻ പാടില്ല. ചിലവായി തന്നെ രേഖപ്പെടുത്തണം എന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇത്രയുമാണ് 9 കൺസെപ്റ്റുകൾ. ഒന്നുകൂടി നോക്കാം. അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്, സെപ്പറേറ്റ് business entity concept, going concern concept, money measurement concept, cost concept, accounting period concept, realization concept, dual aspect concept, the accrual concept, matching concept. Accounting principles second one നോക്കാം. Accounting conventions ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Accounting conventions applicable while preparing financial statement പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് 4 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ഈസ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. സെക്കൻഡ് വൺ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. തേർഡ് വൺ കൺവെൻഷൻ ഓഫ് കൺവേർട്ടിസം. ഫോർത്ത് വൺ കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ബിസിനസ് അക്കൗണ്ടിംഗ് വർഷങ്ങളായി ഒരേ രീതിയും തത്വങ്ങളാണ് പിന്തുടരുന്നത്. സെക്കൻഡ് വൺ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. എല്ലാ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിയറായി റിപ്പോർട്ട് ചെയ്യണം. കൺവെൻഷൻ ഓഫ് കൺവേർട്ടിസം.
എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. വരുമാനങ്ങളും ലാഭങ്ങളും മുൻകൂട്ടി കണക്കാക്കാതിരിക്കുക. കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി. കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തേണ്ടതുള്ളൂ. ഇത്രയാണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസിൽ പറയുന്നത്. ഒന്നുകൂടി നോക്കാം. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. 4 പോയിന്റുകളാണുള്ളത്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് കൺവേർട്ടിസം, കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി. മുഴുവനായും ഷോർട്ടായി ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫസ്റ്റ് വൺ. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നിവ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നിലവിലുള്ളത്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ നിലവിൽ 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു: അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സിനെ 9 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം the transaction that take place affect the business and not the owner. എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഇടപാടുകൾ ബിസിനസിനെയാണ് ബാധിക്കുന്നത്, അതിന്റെ ഉടമയല്ല. ബിസിനസ്സും ഓണറും രണ്ടാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഒരു സ്ഥാപനം ദീർഘകാലം നിലനിൽക്കുമെന്നും അത് ഭാവിയിൽ നിർത്തലാക്കില്ലെന്നുമുള്ള വിശ്വാസമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആസ്തികളുടെ മൂല്യം കണക്കാക്കുന്നത്. മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പണമിടപാടുകൾ മാത്രമാണ് അക്കൗണ്ടിംഗ് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. കോസ്റ്റ് കൺസെപ്റ്റിൽ അസറ്റ് വാങ്ങിയാൽ സാധാരണ വാങ്ങിയ വിലയിൽ തന്നെയാണ് അക്കൗണ്ടിംഗ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. ഫിഫ്ത്ത് വൺ അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ് പ്രകാരം ബിസിനസിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് നിശ്ചിത ഇടവേളകളിൽ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമായാണ് അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ് നിലവിലുള്ളത്. റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം വിൽപ്പന നടത്തുമ്പോൾ മാത്രം വരുന്ന വരുമാനം രേഖപ്പെടുത്തുകയുള്ളൂ. റിയലൈസേഷൻ കൺസെപ്റ്റ് വിൽപ്പന നടത്തുമ്പോഴുള്ള വരുമാനം മാത്രമാണ് കണക്കാക്കപ്പെടുന്നത്. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് അതർ ലാബിലിറ്റി, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റി. 8.1 ദ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം എല്ലാ വരുമാനവും ചിലവും കൃത്യമായി അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. മാച്ചിങ് കൺസെപ്റ്റ് ബിസിനസ്സിലെ ചെലവുകളും വരുമാനവും രേഖപ്പെടുത്തുന്ന സമയത്ത് ചെലവായി തന്നെ രേഖപ്പെടുത്തണം. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ സെക്കൻഡ് വൺ അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, സെക്കൻഡ് വൺ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, third one convention of convertism, fourth one convention of materiality. First one convention of consistency means ബിസിനസ് അക്കൗണ്ടിംഗ് വർഷങ്ങളായി ഒരേ രീതിയും തത്വങ്ങളും പിന്തുടരുന്നു. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പ്രകാരം ബിസിനസ് അക്കൗണ്ടിംഗ് വർഷങ്ങളായി ഒരേ അക്കൗണ്ടിംഗ് രീതിയും തത്വങ്ങളുമാണ് പിന്തുടരുന്നത്. സെക്കൻഡ് വൺ കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ, എല്ലാ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ക്ലിയർ ആയി റിപ്പോർട്ട് ചെയ്യണം. തേർഡ് വൺ കൺവെൻഷൻ ഓഫ് കൺവേർട്ടിസം, എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. വരുമാനങ്ങളും ലാഭവും മുൻകൂട്ടി കണക്കാക്കുകയും ചെയ്യുക. കൺവെൻഷൻ ഓഫ് കൺവേർട്ടിസം പ്രകാരം എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. വരുമാനങ്ങളും ലാഭങ്ങളും മുൻകൂട്ടി കണക്കാക്കാതിരിക്കുക. ഫോർത്ത് വൺ കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി, ബിസിനസിന്റെ സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഇത്രയാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ഒരു ചെറിയൊരു ഹെഡിങ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ഫോർ ബിസിനസ് അഫെയർസ് സോ ദാറ്റ് കമ്പനി അക്കൗണ്ട്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പയറബിൾ അക്രോസ് ഇന്റർനാഷണൽ ബൗണ്ടറീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടും പൊതുവായി ഉപയോഗിക്കുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കമ്പനികളുടെ അക്കൗണ്ടിംഗ് അന്താരാഷ്ട്ര തലത്തിൽ മനസ്സിലാക്കുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ അബ്രീവിയേഷൻസ് IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്,
IASB International Accounting Standard Board, IAS International Accounting Standards, IASC International Accounting Standard Committee, SICS Standing Interpretation Committee Standards. ഇതിനകത്ത് IAS എന്ന് വരുന്നത് എല്ലാം തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അതിൻ്റെ കൂടെ ഒരു B വരുന്നത് ബോർഡ്, C വരുന്നത് കമ്മിറ്റി. സെപ്പറേറ്റ് ആയിട്ടുള്ളത് SIC സ്റ്റാൻഡിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി സ്റ്റാൻഡേർഡ്സ്, IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 1st April 2001 IASB took over from the IASC the responsibility for setting IAS. എന്ന് വെച്ചാൽ April 1, 2001 IAS നിശ്ചയിക്കുന്നതിന് വേണ്ടി IASCയിൽ നിന്ന് IASB ഏറ്റെടുത്തു. 1st April 2001 IASB took over from the IASC the responsibility for setting IAS. എന്ന് പറഞ്ഞാൽ 1st April 2001 IASB International Accounting Standard Board took over from the IASC International Accounting Standard Committee the responsibility for setting IAS. IAS നിശ്ചയിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം IASCയിൽ നിന്ന് IASB ഏറ്റെടുത്തു.